നമസ്കാരം, സ്പോർട്ട് റിപ്പോർട്ടിംഗിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനും പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിൽ നൈപുണ്യം നേടിയ ആളുമായ വാവ സുരേഷിനൊപ്പമാണ് ഇന്നത്തെ സ്പോർട്ട് റിപ്പോർട്ട്. പാമ്പെന്ന് കേൾക്കുമ്പോഴേ പലരും വിറയ്ക്കാൻ തുടങ്ങും. എന്നാൽ ഏത് പാമ്പിനെയും കൂളായി കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് വാവ സുരേഷിനെ താരമാക്കിയത്. ഈ മനുഷ്യനോട് മലയാളിക്ക് സഹോദരതുല്യമായൊരു സ്നേഹവുമുണ്ട്. ഏത് വമ്പൻ പാമ്പും ഇയാൾക്ക് മുമ്പിൽ പൂച്ചക്കുട്ടിയാണ്. പാമ്പുകളുടെ തോഴൻ വാവ സുരേഷിനൊപ്പം ഇന്നത്തെ സ്പോർട്ട് റിപ്പോർട്ട്. വാവ സുരേഷിന്റെ നാഗജീവിതം 10-ാം വയസ്സ് മുതൽ തുടങ്ങിയതാണ്. പാമ്പ് എന്ന് കേൾക്കുമ്പോഴേ മലയാളികളിൽ ഭൂരിപക്ഷത്തിനും വാവ സുരേഷിനെയാണ് ഓർമ്മ വരിക. കടലും ആകാശവും കടന്നെത്തിയിരിക്കുന്നു വാവയുടെ സർപ്പ പ്രശസ്തി. ഒരുപാട് അവാർഡ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1500 അവാർഡുകളുണ്ട്. പക്ഷേ ഇതിൽ എല്ലാം സാധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിൻ്റെയോ റെസിഡൻസിൻ്റെയോ റോട്ടറിയുടെയോ ലൈനിൻ്റെയൊക്കെ ഉള്ളൂ, ലയൻസ് ക്ലബിൻ്റെയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ഗവൺമെൻറ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു അവാർഡിലും ഇവിടെ ഇരിപ്പില്ല. പ്രൊഫഷണൽ പാമ്പ് പിടുത്തക്കാർക്ക് ഇന്നും അത്ഭുതമാണ് വാവ സുരേഷ് എന്ന പാമ്പു പ്രണയിയുടെ വെറും കൈകൊണ്ടുള്ള നാഗബന്ധനം. കട്ടിലിനടിയിൽ പാമ്പ് കയറിയെന്നോ, കിടക്കവരിയിൽ മൂർഖൻ പാമ്പെന്നോ, കുളിമുറിയിലെ ഷവറിൽ ഭണം വിരിച്ച് പാമ്പിരിക്കുന്നു രക്ഷിക്കണേ എന്നൊക്കെയുള്ള ഫോൺ വിളികൾ അടക്കം ദിവസം ശരാശരി 30 നിലവിളികളെങ്കിലും വാവ ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. കഴിയുന്നത്ര സ്ഥലങ്ങളിൽ പാമ്പിനേക്കാൾ വേഗത്തിലെത്തി പാമ്പിനെ പിടിച്ച് വനപാലകർക്ക് കൈമാറും. 25 വർഷമായി ഈ നാഗരക്ഷ വാവ തുടരുന്നു. അമ്മ ഇവിടെ 35 വർഷം കൊണ്ട് പശുവിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ പുല്ലരിയാനൊക്കെ പോകുമ്പോൾ പാമ്പുകളെ കണ്ട് ഭയം മാറിയിരുന്നു. പിന്നെ ഇപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ 10 വയസ്സിലൊക്കെയാണ് അമ്മ പയ്യുവിനെ വളർത്തി തുടങ്ങിയത്. ഇപ്പോൾ പാമ്പിനെ കണ്ട് ഭയം മാറി. പിന്നെ അതിന് തൊടണമെന്ന് തോന്നി, തൊട്ടു പിടിച്ചു. ഇത്രയും പാമ്പുകളെ സേവ് ചെയ്യാൻ കഴിഞ്ഞു. 38,000-ഓളം പാമ്പുകളെ സേവ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ 3000-ലേറെ കടികൾ, ഓർമ്മ ശരിയാണ്, ഒരു 3000-ലേറെ കടികൾ വാങ്ങിക്കാൻ കഴിഞ്ഞു. പിന്നെ അതിൽ ക്രിട്ടിക്കൽ വെനമസിൻ്റെ മാത്രം ഏകദേശം ഒരു 293, മൂർഖൻ്റെ അണലിയുടെ മാത്രം 293 കടികളുണ്ട്. സമൂഹത്തിനു വേണ്ടി ജീവൻ പണയം വയ്ക്കുന്ന വാവ എന്ന മനുഷ്യൻ ഒരു അതിശയമാണ്. അണലി തൊട്ട് രാജവെമ്പാല വരെയുള്ള ഏതു പാമ്പിനെയും പിടിച്ച് ചാക്കിലോ ഡപ്പയിലോ ആക്കി ഒരു പ്രതിഫലവും വാങ്ങാതെ രക്ഷിക്കും. പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ചില സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 500 രൂപ തരും. അപ്പോൾ ഞാൻ റെൻറ്റിന് കാർ എടുത്താണ് പോകുന്നത്. അപ്പോൾ റെൻറ്റിന് കാർ എടുത്തുമ്പോൾ എനിക്ക് ഏകദേശം 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ബാക്കി 8,000-ഓളം രൂപ ഞാൻ കയ്യിൽ നിന്ന് വയ്ക്കേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ അവയർനെസ് ക്ലാസ്സുകൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെസിഡൻസിൽ, റോട്ടറിയിൽ, ലയൻസിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് നമ്മൾ ഇവിടെ വഞ്ചൂർ കോടതിയിൽ ലയൻസ് അവിടെ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർ ചെറിയ എന്തെങ്കിലും വണ്ടി ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് എനിക്ക് തരും. അപ്പോൾ അതിൽ മിച്ചം പിടിച്ച് വെച്ചൊക്കെ കാര്യങ്ങൾ പാമ്പിനെ പിടിക്കണേ വണ്ടിയുടെ ബാക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ ശാസ്ത്രീയമായ പരിശീലനമൊന്നും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. പാമ്പാണ് തൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നു വാവ. എല്ലാവരെയും സമരാട്ട് കാണുന്നവരാണ് ദൈവങ്ങൾ. അതുകൊണ്ട് ഞാൻ പാമ്പുകളെ ദൈവമായിട്ട് ആരാധിക്കും. ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാനും ജീവൻ തിരിച്ചു കൊടുക്കാനും കഴിവുള്ളവരാണ് ദൈവങ്ങളായിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ടത്. ഇന്ന് ഭൂമിക്ക് മേളിൽ അങ്ങനെ ഒരു സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് പാമ്പുകൾ മാത്രമാണ്. കാരണം ഈ പാമ്പിൻ്റെ വെനമെന്ന് പറയുന്ന ഔഷധത്തിൽ നിന്ന് 10-ലേറെ മാരകമായ അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാമ്പുകളെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കുണ്ടെന്ന് പറയുന്നു വാവ സുരേഷ്. പാമ്പുകൾക്ക് കേൾവിശക്തിയില്ല. അതുകൊണ്ട് തന്നെ മകുടിയൂതി മൂർഖൻ പാമ്പുകളെ കളിപ്പിക്കുന്ന പാമ്പാട്ടിയുടെ പ്രകടനം തട്ടിപ്പാണ്. മകുടിയും പാമ്പോട്ട് യാതൊരു ബന്ധമില്ല. പാമ്പുകൾക്ക് ചെവിയില്ല, കേൾക്കാൻ കഴിയില്ല. മകുടി ചലിപ്പിക്കുന്നത് കൊണ്ടാണ് പാമ്പുകൾ ആടുന്നത്. മകുടി ഊതി പാമ്പിനെ കളിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കുക. ഏതെങ്കിലും ഒരു പാമ്പാട്ടി ചേരയോ നീർക്കോലിയോ ചുരുട്ടയോ പച്ചിലപ്പാമ്പിനെയോ കൊമ്പേറിയോ പെരുമ്പാമ്പിനെയോ ഒന്നും കൊണ്ടുവച്ച് കളിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഉടുള്ള പാമ്പുകൾ അഥവാ പത്തിയുള്ള പാമ്പുകളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു വസ്തു ചലിപ്പിച്ചാൽ ആ ചലിക്കുന്ന വസ്തുവിലേക്ക് നോക്കി എണീറ്റ് നിൽക്കുന്ന ഒരു പ്രത്യേകതയാണ് മൂർഖൻ പാമ്പിനുള്ളത്, അഥവാ കോബ്രയ്ക്കുള്ളത്. പാമ്പുകൾ പ്രതികാരത്തിനെത്തുമെന്ന വിശ്വാസവും അന്ധമാണ്. ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവ് ഇവയ്ക്കില്ല. അതേസമയം പാമ്പിനെ തൊടാനും തലോടാനും ശ്രമിക്കുന്നത് അപകടമാണ്. വീഡിയോ പടം എടുത്ത്
തരണേ, അതിസാഹസികമായി. തലച്ചോർ വളർച്ചയില്ലാത്ത ഇവ സ്പർശനമേറ്റാൽ കടിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്ന് പറയുന്നു വാവ സുരേഷ്. ഒന്നാം തരം മൂർഖനെ കയ്യിലെടുത്തായിരുന്നു വാവയുടെ വിശദീകരണം. ലോകത്തൊരു പാമ്പിനും വിഷം ഇല്ല. നമ്മളെല്ലാവരും വിഷമെന്നാണ് പറയുന്നത്. പാമ്പുകൾക്കൊന്നും വിഷമില്ല. പാമ്പിൻ്റെ ഗ്രന്ഥിയിലുള്ളത് ഒരിക്കലും വിഷം അല്ല. അത് ഔഷധമാണ്, അത് അമൃതാണ്, അത് പ്രോട്ടീനാണ്, അത് മെഡിസിനാണ്. കാരണം മനുഷ്യനുണ്ടാകുന്ന മാരകമായ ഒട്ടനവധി അസുഖങ്ങൾക്കുള്ള ഔഷധമാണ്. കുറെ വർഷങ്ങളായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും സജീവമാണ് വാവ സുരേഷ് എന്ന മൃഗസ്നേഹി. സ്ഥിരം വരുമാനമോ തൊഴിലോ ഇല്ലാത്ത ഈ ചെറുപ്പക്കാരൻ തനിക്ക് കിട്ടുന്ന ക്യാഷ് അവാർഡിന്റെ ഒരു വിഹിതം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിർധന രോഗികൾക്കും നൽകുന്നു. ഞാൻ കിട്ടുന്ന ഈ പ്രോഗ്രാം ഇപ്പോൾ ഒരു ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നതിൻ്റെ തുച്ഛമായിട്ടുള്ള വരുമാനങ്ങളിൽ നിന്ന് മിച്ചം പിടിച്ച് എന്നെ വിളിച്ചു. പിന്നെ അവാർഡുകൾ ഒത്തിരിയുണ്ട്. ഈ അവാർഡ് കിട്ടുന്ന തുകകളൊന്നും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ട്. അത് ശ്രീ മാധവൻപിള്ള ഫൗണ്ടേഷൻ 1 ലക്ഷം രൂപ അവാർഡായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തില്ല, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അതായത് മറ്റുള്ള കാര്യം വെച്ചാൽ ഒരു കല്യാണ ആവശ്യം, അതുപോലെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ എല്ലാം കൂടെ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 150-ലേറെ ക്യാഷ് അവാർഡുകൾ മാത്രം 150-ലേറെ ക്യാഷ് അവാർഡുകൾ മാത്രം ഉണ്ടായിരുന്നു. അത് തന്നെ ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയ്ക്ക് മേലുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാണ്. മനുഷ്യരെ വിശ്വസിക്കാൻ കൊള്ളാത്തതുകൊണ്ടാണ് താൻ പാമ്പുകളുടെ കൂടെ ജീവിക്കുന്നതെന്ന് പറയുന്നു ഈ ചെറുപ്പക്കാരൻ. ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് സഹകരിച്ച് നല്ല സ്നേഹത്തുടിപ്പുണ്ട്. പക്ഷേ ആ ഭാഗത്തു നിന്നെല്ലാം വളരെ മോശമായിട്ടുള്ള സമീപനമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സമീപനങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പാമ്പുകൾ ഭൂമിയിൽ ഏറ്റവും പാമ്പുകൾ ചതിക്കത്തില്ല, ചവിട്ടിയാലേ കടിക്കും. ഭൂമിയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ. ഭൂമിക്ക് മേളിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ. അത് പാമ്പുകൾ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അവയ്ക്ക് കാഴ്ചയില്ല, കേൾവിയില്ല, ഓർമ്മയില്ല, മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയില്ല, കയ്യും കാലുമില്ല, ഒരു ഫീലിങ്സ് ഇല്ല, ഒന്നിനോടും സ്നേഹമില്ല. അപ്പോൾ അവരെ പിടിച്ച് കളിക്കുന്നത് കൊണ്ടാണ് എന്നെ കടിക്കുന്നത്. പക്ഷെ നമ്മളിലുള്ള ചില മനുഷ്യർ നമ്മുടെ സ്നേഹം നടിച്ച് നമ്മളൊപ്പം കൂടിയിട്ട് നമ്മളെ എങ്ങനെ ചതിക്കാം എന്നാലോചിക്കുന്നത്. പാമ്പുകളെ സ്നേഹിച്ചും ചുംബിച്ചും പരിസ്ഥിതി സംരക്ഷിച്ചും ജീവിതം തുടരുന്നു വാവ സുരേഷ് എന്ന നാഗപാലകൻ. മരപ്പെട്ടി, ഈനാമ്പേച്ചി, പുലി, കാട്ടാന, എന്ത് ജീവിയാണെങ്കിലും മനുഷ്യവാസ സ്ഥലത്ത് കടന്നു കയറുമ്പോൾ അതിനെ സ്നേഹിക്കാൻ കൊള്ളുന്ന ജീവി എന്ന് ചിന്തിക്കാൻ മലയാളിക്ക് പ്രയാസമാണ്. എങ്കിലും അവയെ കൊല്ലാതെ, പരിക്കേൽപ്പിക്കാതെ അവയുടേതായ ആവാസ സങ്കേതത്തിലേക്ക് നാട് കടത്തുന്നത് തീർച്ചയായും പ്രകൃതിയോടും ജീവജാലത്തോടും ചെയ്യുന്ന മഹത്തായ കാര്യമാണ്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറ പേഴ്സൺ അഗജ സെന്നിനൊപ്പം സഖി പ്രിൻസ്.